So can I start? Bismillah, walhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'een, amma ba'd. Rabbi shrah li sadri wa yassir li amri wa hlul uqdatan min lisani yafqahu qawli. Allahumma allimna ma yanfa'una wanfa'na bima 'allamtana wa zidna 'ilma. Fa'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah, welcoming brothers and sisters to another Circle of Care session. Alhamdulillah, ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഹാറൂൺ ആണ്. ഡോക്ടർ ഹാറൂൺ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. നമുക്ക് ഡോക്ടർ ലാസ്റ്റ് ജൂണിലൊരു ടോക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് അവർ അല്ലെങ്കിൽ എവ്രി വൺസ് ഫേവറേറ്റ് സെഷൻ അല്ലെങ്കിൽ ടോക്ക്. ദ ടോപ്പിക് വാസ് ടേക്കിംഗ് ചാർജ് ഓഫ് യുവർ ലൈഫ്. അൽഹംദുലില്ലാ, ഇന്ന് ഡോക്ടർ നമുക്ക് another beautiful topic ആയിട്ടാണ് വന്നേക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്, why our behaviors differ, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ദ ബിഹേവിയറൽ ഡിഫറൻസസ് ബിറ്റ്വീൻ മെയിൽ ബ്രെയിൻ ആൻഡ് ഫീമെയിൽ ബ്രെയിൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അൽഹംദുലില്ലാ, ബിഫോർ വി മൂവ് ഓൺ ടു ദ ടോക്ക്, എല്ലാവർക്കും അറിയാം ഡോക്ടറിനെ, ബട്ട് എന്നാലും ആസ് പാർട്ട് ഓഫ് മൈ ഡ്യൂട്ടി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് ഡോക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഡോക്ടർ കൊച്ചി കേരളയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂറോ സർജൻ ആണ്. ഹി ഈസ് കറന്റ്ലി വർക്കിംഗ് ആസ് ദി HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ന്യൂറോ സർജറി, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊച്ചിയിൽ. ന്യൂറോ സർജിക്കൽ ക്വാളിഫിക്കേഷൻസ് അല്ലാതെ ഡോക്ടർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് ഫ്രം ഇന്ത്യ ആൻഡ് UK. അതേപോലെ ഡോക്ടർ പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യ, UK, ബ്രൂനൈ, മലേഷ്യ, മ്യാൻമാർ, ഇതുപോലുള്ള പല സ്ഥലങ്ങളിൽ ഡോക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഡോക്ടറിൻ്റെ മെയിൻ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് പറയുകയാണെങ്കിൽ ഹി ഡസ് എ ലോട്ട് ഓഫ് മോട്ടിവേറ്റിംഗ് ടോക്സ്. ഹി ലവ്സ് ടു ഗിവ് മോട്ടിവേറ്റിംഗ് ടോക്സ്. കുറേ ടോപ്പിക്സിൽ കൊടുക്കാറുണ്ട്. റെഡ്യൂസിങ് റോഡ് ആക്സിഡൻറ്റ്സ്, അതേപോലെ ഡ്രഗ് അഡിക്ഷനെതിരെയായിട്ടുള്ള രീതിയിലുള്ള ടോക്സ്, അങ്ങനെ പല ടോപ്പിക്സിൽ ഡോക്ടർ മോട്ടിവേറ്റിംഗ് ടോക്സ് കൊടുക്കാറുണ്ട്. ആൻഡ് ഹി ഈസ് ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, മെൻറ്ററിങ് ജൂനിയർ കൊളീഗ്സ്. ഹി ലവ്സ് ടു ട്രാവൽ. ഞാൻ റീസെൻ്റ്ലി മനസ്സിലാക്കിയ ഒരു ഹോബി കൂടെ ഉണ്ട്, ഹി ലവ്സ് ഫിഷിംഗ്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. സോ ലുക്കിംഗ് ഫോർവേഡ് ഫോർ യെറ്റ് another beautiful and fruitful session, inshallah. Jazakumullah khairan, doctor. I'm feeling so grateful to Allah subhanahu wa ta'ala, and thank you so much for giving us this session today. Jazakumullah khairan. Over to you, doctor. Assalamu alaikum wa rahmatullahi wa barakatuh. Assalamu alaikum, Dhana, and members of the circle of friends. It's always a great pleasure addressing you people. അപ്പോൾ ഇന്ന് ധനയുടെ റിക്വസ്റ്റ് പ്രമാണിച്ച് I thought I'll speak about the difference between male and female brain. As a neurosurgeon, I see lots of brain in various countries. But when I look at the brain, they are all the same. They look the same, irrespective of caste, creed, color, ഭാഷ, ആണ് പെണ്ണ് എല്ലാം സെയിം തന്നെ. പക്ഷെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നോക്കുമ്പം there's a lot of misunderstandings happening between men and women all over the world. ആണുങ്ങളുടെ സംസാരവും ബിഹേവിയറും പെണ്ണുങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇതെന്താണ് ഇയാളിങ്ങനെ, ആണുങ്ങൾ പറയും ഈ പെണ്ണ് എന്താണ് ഇങ്ങനെ. സോ ഇത് ആരുടെയും മിസ്റ്റേക്ക് അല്ല, ഇത് ബൈ നേച്ചർ അങ്ങനെയാണ്. ദർ ഈസ് ഓൾവേസ് ഈ ചൈനീസിൽ യങ് യാങ് എന്ന് പറയുന്നത്. ദർ ഹാസ് ടു ബി ഓപ്പോസിറ്റ്സ്, അല്ലെങ്കിൽ ഒരു യൂണിഫോമിറ്റി വരില്ല. അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ എന്നാണല്ലോ നമ്മൾ പണ്ട് ഫിസിക്സ് പഠിച്ചിരിക്കുന്നത്. ലൈക്ക് പോൾ എല്ലാവരും ഒരേപോലെ ആണെങ്കിൽ ഫൈറ്റ് ആവും. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദർ ഈസ് യങ് ആൻഡ് യാങ്, ഒരു ഓപ്പോസിറ്റ് പോൾസുകളെന്നല്ല. പക്ഷെ ഈ ഓപ്പോസിറ്റ് പോൾസ് ആണെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വി എക്സ്പെക്ട് ദ അതർ പേഴ്സൺ, ഒരു വുമൺ ആണെങ്കിൽ എക്സ്പെക്ട്സ് ദ മാൻ എന്താ എന്നെ പോലെ ചിന്തിക്കണം എന്ന് ചിന്തിച്ചാൽ പ്രശ്നമായി. അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനാണ്. സോ ദാറ്റ് നെക്സ്റ്റ് ടൈം, ഇതിനകത്ത് ഇപ്പൊ ലേഡീസ് മാത്രമേ ഉള്ളൂ. ഐ വിഷ് there were a lot of men also. കാര്യം the women should understand the male behavioral pattern and the male should understand the female behavioral pattern. പക്ഷെ അറ്റ്ലീസ്റ്റ് രണ്ടും ഒന്ന് ടച്ച് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെയാണ്, എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ എന്തുകൊണ്ട് ഈ ഡിഫറൻസ് ഉണ്ടായി എന്നുള്ളതാണ്. അതിന് യു ഹാവ് ടു ഗോ ബാക്ക് ടു സെഞ്ചുറീസ്. നമ്മളിപ്പോ ഹ്യൂമൻ സ്പീഷീസ് കുറെ സെഞ്ചുറീസ് ആയിട്ടുണ്ടല്ലോ ഈ ലോകത്ത്. അപ്പൊ നോക്കുമ്പം
ഈ ആണിനും പെണ്ണിനും പ്രത്യേകിച്ച് റോൾ ഉണ്ടായിരുന്നു കുറെ കൊല്ലം മുമ്പ്, ഈ അടുത്ത കാലം വരെ, ഈവൻ ഇപ്പോഴും പല സ്ഥലത്തും. അതായത് മെൻ വേർ ലഞ്ച് ഗ്യാദറേഴ്സ്. പണ്ട് ഗുഹയിലൊക്കെ താമസിക്കുമ്പോൾ ആണിന്റെ ജോലി പോവുക, വേട്ടയാടുക, ഹണ്ട് ചെയ്യുക, മീറ്റ് കൊണ്ടുവരിക, ഭക്ഷണം കഴിക്കണ്ടേ ഭാര്യക്കും കുട്ടികൾക്കും. പെണ്ണുങ്ങളുടെ ജോലി വാസ് സ്റ്റേയിങ് ഇൻ ദ കേവ്, കുട്ടികളെ നോക്കുക, അടുത്തുള്ള കേവ്സിലുള്ള പെണ്ണുങ്ങളായി സംസാരിക്കുക, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അരി ഒക്കെ കടം വാങ്ങിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക. പിന്നെ ഈ പുലി കടുവയൊക്കെ വരുമ്പം കുട്ടികളെ അതിൽ നിന്ന് സംരക്ഷിക്കുക. സോ ദേ ആർ നെസ്റ്റ് ഡ്വല്ലേഴ്സ് ആൻഡ് നെസ്റ്റ് പ്രൊട്ടക്ടേഴ്സ്, വെറാസ് മെൻ വെയർ ഹണ്ടർ ഗ്യാദറേഴ്സ്. അങ്ങനെയാണ് ഒരു സ്പെസിഫിക് റോൾ. അത് എത്രയോ സെഞ്ചുറീസ് ആയിട്ട് അങ്ങനെയുണ്ട്. നമ്മളിപ്പോ ഈ പാന്റ് ഷർട്ടൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ള, ഇഫ് യു ലുക്ക് അറ്റ് ദ ഹ്യൂമൻ സ്പീഷീസിന്റെ ടൈം സ്പാൻ എടുത്താല്. അപ്പം ഈ അടുത്ത കാലം വരെ ഒരു പ്രത്യേകതരം റോൾ ഇങ്ങനെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ മൈൻഡ് സെറ്റ് ഇപ്പോഴും ആളുകൾക്കുണ്ട്. ഇത് മാറി വരാൻ ഇനി ഒരു 1000-10,000 കൊല്ലം എടുക്കും. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ വെരി സൂൺ. പക്ഷെ ഇപ്പം തിങ്സ് ആർ സ്ലോലി ചേഞ്ചിങ്, ബിക്കോസ് ആണുങ്ങൾ ബേബി സിറ്റിംഗ് ചെയ്യാറുണ്ട്, കുക്ക് ചെയ്യാറുണ്ട്, ഡിഷ് വാഷിംഗ് ചെയ്യാറുണ്ട്, പെണ്ണുങ്ങൾ വലിയ കമ്പനിയിൽ CEO ആകാറുണ്ട്. സോ ആ ഒരു ക്ലാസിക് ഡിവിഷൻ മാറി വരുന്ന ഒരു ട്രാൻസിഷണൽ സ്റ്റേജ് ആണ് ഇപ്പോൾ. ദാറ്റ്സ് വെരി ഗുഡ്. പക്ഷെ ആ ബ്രെയിനിലുള്ള ആ ഒരു ഇംപ്രിന്റഡ് മെമ്മറി ഓഫ് ദ ലാസ്റ്റ് മെനി ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് സെഞ്ചുറീസ്, അത് മാറാൻ ടൈം എടുക്കും. അപ്പൊ എത്രയൊക്കെ ലേഡി CEO ആയാലും, എത്രയൊക്കെ ആണുങ്ങൾ ബേബി സിറ്റിംഗ്, ഡിഷ് വാഷിംഗ് ചെയ്താലും ആ ബേസിക് ബിഹേവിയർ ഇത്രയും നാളുള്ളത് മാറാനായിട്ട് ടൈം എടുക്കും. അപ്പൊ ഇപ്പോഴുള്ള ബിഹേവിയർ എല്ലാം ഈ പഴയകാല ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. അപ്പോ ഇതിനെപ്പറ്റി പറയുമ്പോൾ പലരും ചോദിക്കും, ഓക്കെ ഫൈൻ, അപ്പം വിച്ച് ഈസ് ബെറ്റർ, മെയിൽ ബ്രെയിൻ ഓർ ഫീമെയിൽ ബ്രെയിൻ, ഓർ മെയിൽ ബിഹേവിയർ ഓർ ഫീമെയിൽ ബിഹേവിയർ? നത്തിങ് ഈസ് ബെറ്റർ, നത്തിങ് ഈസ് വേഴ്സ്. രണ്ടും നല്ലതാണ്, രണ്ടും ഈക്വൽ ആണ്, ബട്ട് നോട്ട് ഐഡന്റിക്കൽ. എന്താ വ്യത്യാസം വെച്ചാൽ, നമ്മളിപ്പോൾ 1 കിലോ ഓറഞ്ച് എടുത്ത് 1 കിലോ ആപ്പിൾ എടുത്ത് തൂക്കി നോക്കിയാൽ രണ്ടും ഈക്വൽ വെയിറ്റ് ആണ്. പക്ഷെ രണ്ടും ഐഡന്റിക്കൽ അല്ല. ആപ്പിളിന്റെ കളറും ഷേപ്പും ടേസ്റ്റും ന്യൂട്രീഷനും എല്ലാം ഡിഫറെന്റ് ആണ് ഓറഞ്ചിന്. ദേ ആർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ്, ബട്ട് ദേ ആർ ഈക്വൽ. ആപ്പിൾ ഈസ് നോട്ട് ബെറ്റർ ദാൻ ഓറഞ്ച്, ഓറഞ്ച് ഈസ് നോട്ട് ബെറ്റർ ദാൻ ആപ്പിൾ. അപ്പൊ അത് ആദ്യം പറഞ്ഞോളട്ടെ. പിന്നെയുള്ളത് ഈ മെയിൽ ബ്രെയിൻ, ഫീമെയിൽ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. മെയിൽ ബ്രെയിൻ ഡസൻ മീൻ മാൻ, ഫീമെയിൽ ബ്രെയിൻ ഡസൻ മീൻ വുമൺ. ഈ മെയിൽ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ബിഹേവിയറൽ പാറ്റേൺ ഉള്ള തിങ്കിങ് പ്രോസസ് ഉള്ള ബ്രെയിൻ ആണ്. Most of the men, about 80% of the men have male brain. Sorry, അങ്ങനെയല്ല. Most men have 80% male brain. ഒരു ആവറേജ് ആണെടുത്താൽ he has 80% male brain and 20% female brain. അതായത് മെയിൽ ബ്രെയിനിന്റെ സ്വഭാവങ്ങൾ അദ്ദേഹത്തിന് ഒരു 80% ഉണ്ടാവും, ഫീമെയിൽ ബ്രെയിനിന്റെ സ്വഭാവം 20% ഉണ്ടാവും. പെണ്ണുങ്ങൾക്ക് അതേപോലെ എടുത്താൽ 80%, most women have 80% female brain and 20% male brain. അപ്പൊ ഈ മെയിൽ ബ്രെയിനിന്റെ പ്രത്യേക ചില സ്വഭാവങ്ങളുണ്ട്, ഫീമെയിൽ ബ്രെയിനിന്റെ ചില പ്രത്യേക സ്വഭാവമുണ്ട്. പെണ്ണുങ്ങൾക്ക് 80% ഫീമെയിൽ ബ്രെയിനിന്റെ സ്വഭാവമായിരിക്കും, 20% മെയിൽ ബ്രെയിനിന്റെ സ്വഭാവമായിരിക്കും. ആണുങ്ങൾക്ക് 80% ആണുങ്ങളുടെ സ്വഭാവം, 20% ഫീമെയിൽ സ്വഭാവം. ഇത് ജനറൽ ആണ്. പക്ഷെ ചില ആണുങ്ങൾക്ക് ഈ 80-20 എന്നുള്ളത് 70-30, 50-50, 20-80 അങ്ങനെയൊക്കെ കാണാറുണ്ട്. അതായത് 20% മെയിൽ തിങ്കിങ് പ്രോസസ്, 80% ഫീമെയിൽ തിങ്കിങ് പ്രോസസ് ഉള്ള ആണുങ്ങളുണ്ട്, മറിച്ചുണ്ട് പെണ്ണുങ്ങളുടെ സൈഡിലും. അപ്പൊ ഇതിനകത്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ മെയിൽ ബ്രെയിൻ തിങ്കിങ് പ്രോസസ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം ഫീമെയിൽ ബ്രെയിൻ തിങ്കിങ് പ്രോസസ്. അപ്പൊ ഈ മെയിൽ ബ്രെയിൻ ഉള്ള ആൾക്ക് ഈ ഒരു മോസ്റ്റ് മെന്ന് 80% മെയിൽ ബ്രെയിനും 20% ഫീമെയിൽ ബ്രെയിനും ആയതുകൊണ്ട് കുറച്ചൊക്കെ ഫീമെയിൽ ബ്രെയിനിന്റെ ബിഹേവിയർ മനസ്സിലാവും. സിമിലർലി വിമനും 20% മെയിൽ ബ്രെയിൻ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ മെയിൽ ബ്രെയിൻ ബിഹേവിയർ മനസ്സിലാവും. പക്ഷെ ഇമാജിൻ എ സിറ്റുവേഷൻ വേർ എ മാൻ ഹു ഹാസ് a 100% male brain only, no female brain, marries a woman who has 100% female brain. That marriage will not last even one day. അടിയാവും. ഇയാള് ചിന്തിക്കുന്നതും പറയുന്നതും lady doesn't understand what she is doing and thinking this fellow doesn't understand. Ideal marriage is between a man who has a 50-50 male female brain and a woman having 50-50 male female brain. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ജ്യോതിഷം വെച്ചിട്ടോ അല്ലെങ്കിൽ MRI സ്കാൻ ചെയ്താലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ദിസ് ഇസ് എ ഫങ്ഷണൽ തിങ്കിങ്, ഇറ്റ്സ് എ വിഷ്ഫുൾ തിങ്കിങ്.
So the aim of my talk is to let you people understand that there is definitely a difference in thinking process and what are these differences. These differences മനസ്സിലായി കഴിഞ്ഞാൽ it is very easy not to get upset and also to understand when a man behaves in a particular way. You may understand that that is because of his predominant male brain. It's not his fault. അതേപോലെ ആണുങ്ങളും they should not feel upset with women because they have a particular thinking process. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇനി ഈ മെയിൽ ബ്രെയിൻ തിങ്കിങ് ഫീമെയിൽ ബ്രെയിൻ ജനിച്ചപ്പോൾ തന്നെ ഉള്ളതാണോ അതോ ഓവർ എ പീരീഡ് ഓഫ് ടൈം യു ഡെവലപ്പ് ഇറ്റ് എന്നാണോ? ഇത് നേച്ചർ വേഴ്സസ് നർച്ചർ എന്ന് പറയും. ബൈ നേച്ചർ ആണോ അതോ ബൈ നർച്ചർ ആണോ? നർച്ചറിങ് അല്ല, ഇത് ബൈ നേച്ചർ ആണ്. ഇപ്പൊ നമ്മൾ ഒരു കുട്ടി എടുക്കാം, ജനിച്ചൊരു കുട്ടി, 1 വയസ്സോ 2 വയസ്സോ പ്രായമുള്ള കുട്ടി, 1 വയസ്സല്ല, മേ ബി 2-3 years, ഒരു ബോയ് ആൻഡ് എ ഗേൾ, രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരു ടെഡി ബെയറിനെ കൊടുക്കുക. ആ ടെഡി ബെയറിന് ഒരു ബട്ടൺ ഇട്ട ടെഡി ബെയർ ഇങ്ങനെ പി 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 എന്ന് സംസാരിക്കും, കണ്ണൊക്കെ തിളങ്ങും, അങ്ങനെയൊക്കെയുള്ള ഒരു ടെഡി ബെയറിനെ കൊടുക്കുക. ഈ ഗേൾ ഈ ടെഡി ബെയറിനെ എപ്പോഴും കൺസിഡർ ആസ് ഹെർ ഫ്രണ്ട്, ഹഗ് ചെയ്യും, കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. She sees the teddy bear as a friend. A boy, after a few days, he wants to know how these eyes are blinking, how this noise is coming. അത് ഇങ്ങനെ തുറക്കും, പിച്ച് കീറി തുറന്ന് അതിന്റെ മെക്കാനിസം ഒക്കെ പഠിക്കാൻ നോക്കും. മെയിൽ ബ്രെയിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ പ്രോബ്ലം സോൾവിങ് ആണ്. എന്തുണ്ടെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യണം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബോയ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ബോയ് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്തിനാ ടോയ് നശിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. That's how the brain has been developed over the years. ഇനി നമുക്ക് കുറച്ചും കൂടിയും ഒരു സ്കൂൾ ലെവലിലേക്ക് പോവാം. സ്കൂൾ ലെവലിൽ ചെന്ന് കഴിഞ്ഞാൽ children are naughty in school, they need to be reprimanded. പണ്ടൊക്കെ വടി വെച്ചടിക്കുമായിരുന്നു, ഇപ്പൊ വടി വെച്ചടിയില്ല. But at least the teacher shouts at them. The person who understands a school girl's brain versus a school boy's brain is a teacher. പേരൻസിന് അത്ര അറിയില്ല. അതിന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സ്കൂൾ ടീച്ചർ ചെറിയ കുട്ടി, 10 വയസ്സുള്ള കുട്ടീനെ വിളിച്ച് വഴക്ക് പറയണം, പെൺകുട്ടിയാണെന്ന് നോക്കുക. പെൺകുട്ടീനെ വിളിച്ച് ടീച്ചർ ഇങ്ങനെ പറയണം, അത് ഇത് വാട്ട് യു ഡിഡ് ഈസ് റോങ്, യു ഡിഡ്ന്റ് ഡു യുവർ ഹോംവർക്ക്, യു ഡിഡ്ന്റ് ബ്രിങ് യുവർ ബുക്ക്, ബ്ലാ 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 ബ്ലാ. അപ്പൊ പെൺകുട്ടി ഇങ്ങനെ താഴോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും, പേടിച്ചിട്ട് അങ്ങനെയാണല്ലോ. അപ്പൊ ടീച്ചർ ഇങ്ങനെ കണ്ടിന്യൂ ഷൗട്ടിങ് ആൻഡ് ദ ഷൗട്ടിങ് ഫിനിഷസ് ആൻഡ് ഷീ ഗോസ് ബാക്ക് ടു ദ സീറ്റ്. നെക്സ്റ്റ് ഷീ കോൾസ് ദ ബോയ് who did the same mistakes. പക്ഷെ ഈ ബോയുടെ അടുത്ത് ഈ ടീച്ചർ വരുമ്പോൾ, ബിക്കോസ് ദ ടീച്ചർ ഇസ് വൈസ്, ഷീ നോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ബ്രെയിൻ ആൻഡ് ഫീമെയിൽ ബ്രെയിൻ. ഈ ബോയ്സ്, ലിറ്റിൽ ബോയ്സിൽ ദേ ആർ റിലേറ്റീവ്ലി ഡെഫ്. ഡെഫ് അല്ല, പക്ഷെ റിലേറ്റീവ്ലി ഡെഫാണ്. അത് ടീച്ചർമാർക്ക് അറിയാതെ എങ്ങനെയാണെന്നല്ല. അതുകൊണ്ട് ടീച്ചർ ഈ ബോയിനെ വഴക്ക് ഇങ്ങനെ പറയും, യു ഡിഡ്ന്റ് ഡു യുവർ ഹോംവർക്ക്. നമ്മൾ ഈ കൊച്ചിങ്ങനെ താഴോട്ട് നോക്കി നിൽക്കുക, പെട്ടെന്ന് ടീച്ചർ പറയും, ജോണി ലുക്ക് അറ്റ് മീ. കാര്യം ജോണിക്ക് ടീച്ചറിന്റെ മുഖത്ത് നോക്കിയാൽ ലിപ് മൂവ്മെന്റ്സ് വെച്ച് ടീച്ചർ പറയണത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് ടീച്ചർക്ക് അറിയാം. ബിക്കോസ് ഹീസ് റിലേറ്റീവ്ലി ഡെഫ് ഇൻ ദാറ്റ് ആസ്പെക്ട്. പക്ഷേ ഗേളിന്റെ അടുത്ത് പോകുമ്പോൾ ലുക്ക് അറ്റ് മീ പറയാറില്ല, താഴോട്ട് നോക്കി എന്നാലും ടീച്ചർ പറയും. സോ ആ ഒരു ഡിഫറൻസ് ഈ സ്കൂൾ ഏജിലുണ്ട്. ഇനി ടീനേജ് ലെവൽ എടുക്കാം. ടീനേജ് ലെവൽ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ടീനേജിൽ ഒരു ബോയ് പാർട്ടിക്ക് പോയി, ഡോട്ടർ ഓൾസോ ഇൻ ദ സെയിം ഫാമിലി വേറൊരു പാർട്ടിക്ക് പോയി, ഗേൾസ് പാർട്ടി ബോയ്സ് പാർട്ടിക്കൊക്കെ പോയി. തിരിച്ചു വന്നു കഴിഞ്ഞ് അമ്മ ചോദിക്കുകയാണ് ഗേളിനോട്, എങ്ങനെയാണ് ഹൗ വാസ് യുവർ പാർട്ടി എന്ന് ചോദിച്ചാൽ, ഗേൾ വന്നിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. ആരൊക്കെ വന്നു, എന്തൊക്കെ ഭക്ഷണം ഉണ്ടായി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, ആരെന്തൊക്കെ വേഷം ഇട്ടു, എത്ര മണിക്ക് പാർട്ടി തുടങ്ങി, ഏതൊക്കെ സിനിമ കണ്ട്, അവർ ആ സിനിമ കണ്ടപ്പോൾ ആരൊക്കെ ചിരിച്ചു. She goes into all the details and explaining in vivid detail everything that happened at the party. A teenage boy, or 17 years, party കഴിഞ്ഞു. അമ്മ ചോദിച്ചു, how was your party? Good. എന്ന് പറയും ബെഡ്റൂമിലേക്ക്. He doesn't like explaining in detail. He speaks only very minimum words. അത് ഈ മെയിൽ ബ്രെയിൻ മെച്യൂർ ചെയ്ത് വരുമ്പം ഉള്ള ഒരു പ്രത്യേകതയാണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, again we have to go back to the ancient times. പണ്ട് ഈ കേവ്സിൽ താമസിക്കുമ്പം ആണുങ്ങളാണല്ലോ ഹണ്ടിങ്ങിന് പോണത്. ഈ ഹണ്ടിങ്ങിന് പോകുന്ന സമയത്ത് യു കനോട്ട് ടോക്ക് ബിക്കോസ് യു വിൽ ചേസ് അവേ ദ അനിമൽസ്. യു ഹാവ് ടു ബി അബ്സല്യൂട്ട്ലി സൈലന്റ്. അപ്പൊ ഇവർ രാവിലെ മുതൽ വൈകിട്ട് വരെ ഹണ്ടിങ് ആണ്. അപ്പൊ there is only very minimum conversation between them. So men are not used to talking. Meanwhile, women staying in the caves
has to continuously talk to the other family members, other women in the caves, കുട്ടികളോട് പറയണം. So they have to do a lot of talking during this time. So people with female brain, that's mostly women, they like to talk. People with male brain don't like to talk so much unless they are in very special company of their own very close friends, which is then probably their female brain starts acting and they talk too much. But generally, male brain pratyegada is not to talk too much. ഇതിൽ ഏതാ നല്ലത്? രണ്ടും നല്ലതാണ്. It is important to talk. Unless you talk, you are not communicating. So it's important to talk. പക്ഷെ മറ്റു നോക്കിയാലും ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ടു ടോക്ക് ബിക്കോസ് ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി. സോ ഞാൻ പറഞ്ഞ പോലെ വിച്ച് ഈസ് ബെറ്റർ എന്നുള്ളതില്ല. ബോത്ത് ആർ ഈക്വലി ഗുഡ്, ബട്ട് ഓൺലി ഡിഫറൻസ് ഈസ് ബോത്ത് ആർ നോട്ട് ഐഡന്റിക്കൽ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഇറ്റാലിയൻ സ്റ്റഡി നടന്നിരുന്നു പണ്ട്. ആ ഇറ്റാലിയൻ സ്റ്റഡിയിൽ അവർ കണ്ടുപിടിച്ചു people with female brain, that is mostly women. ഇനി female brain എന്ന് പറയുന്നില്ല, വിമൻ എന്ന് പറയണം. But I don't mean women, I mean people with female brain. Women talk about 20,000 words per day, whereas men talk only about 7,000 words per day. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇൻ എ ഡേ ടു ഡേ ലൈഫ്, ഇപ്പൊ ഒരാണ് ഓഫീസിൽ ജോലിക്ക് പോവുകയാണ്. ദ വൈഫ് ഈസ് സിറ്റിംഗ് അറ്റ് ഹോം. Wife doesn't have anyone to talk to. ചിലപ്പോൾ ഹൗസ് മെയ്ഡ് വരും, ചിലപ്പോൾ ആരെങ്കിലും ഫോൺ ചെയ്യും. വെരി ലിമിറ്റഡ് കോൺവെർസേഷൻ വൈൽ ഇൻ ദ ഹൗസ്. കുട്ടികൾ സ്കൂളിൽ പോയി. ഹസ്ബൻഡ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഹി ഹാസ് ടു ടോക്ക് ടു ഹിസ് കൊളീഗ്സ്, ഹിസ് ക്ലയൻസ്, ഹിസ് ബോസസ്. കുറെ ഫോൺ കോൾസ് ഉണ്ടാവും. ദെയർസ് ലോട്ട്സ് ഓഫ് ടോക്കിംഗ് ഹി ഹാസ് ടു ഡു ഇൻ ദ ഓഫീസ്. വൈകിട്ട് 6 മണിക്ക് ഹസ്ബൻഡ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഹി ഹാസ് ഫിനിഷ്ഡ് ഹിസ് ക്വാർട്ടർ ഓഫ് 7,000 വേർഡ്സ് ഫോർ ദ ഡേ. Whereas wife who had been sitting at home has finished only about 5,000 words. But she still has got that psychological feel of 15,000 words to come. But naturally, she starts talking to him. Now, this man who has finished his quota, he doesn't want to talk anything. So, എന്ത് ചോദിച്ചാലും പുള്ളിയുടെ ആൻസർ very disinterested. അപ്പോൾ പലപ്പോഴും women think that this fellow is not interested, maybe because he's having an affair or something. It's not the thing. It's because this man has finished his quota of 7,000 words. അപ്പം this is what I want to tell women, that when he doesn't talk much in the evenings when he comes back, please understand that he has finished his thing. And ഇതിനകത്ത് ആണുങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ, when you come home and your wife starts talking, please encourage her to talk because she needs to talk. അപ്പൊ ഇത് രണ്ട് കൂട്ടർ അറിഞ്ഞു കഴിഞ്ഞാൽ it's so easy to avoid misunderstandings and be happy. സോറി ഡോക്ടർ, ആണുങ്ങൾ ഉണ്ട് കേട്ടോ. ആണുങ്ങളുണ്ടോ? That's wonderful. I'm so happy. എത്ര ആണുങ്ങളുണ്ട് ഇവിടെ? Okay, few. That's very good. That's wonderful. ഇനി ടെലിഫോൺ തന്നെ എടുക്കുക. ഫോർ എക്സാമ്പിൾ ടെലിഫോൺ കോൺവെർസേഷൻ എടുത്താൽ men use telephone as a source of information. പലപ്പോഴും മെന്റെ ടെലിഫോൺ കോൺവെർസേഷൻ usually lasts only 1 or 2 minutes, whereas women, when they use the telephone, they use it a long time. എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്. അത് കംപ്ലൈന്റ് അല്ല, because they use it, they see the emotional aspects of conversation. Men, emotional aspect of the brain is very poorly developed. But when they talk, the emotional aspect doesn't come into play. Whereas women, emotional aspect is very well developed. അതുകൊണ്ടാണ് they have a wide range of emotions and they can feel the emotions of others. പലപ്പോഴും ആണുങ്ങൾ stone hearted ആണ്. Not because they don't feel the emotion, but they don't know how to express it. അപ്പം ആ ടെലിഫോൺ കോൺവെർസേഷനിലും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇനി ടോക്കിങ്ങിന്റെ വേറൊരു കാര്യമുള്ളപ്പം, ഈ men believe in direct talk. Women is indirect talk. Direct talk is considered very rude and abrupt. I want that. Make an omelette for me. That's a direct talk, which is not, it is not actually civilized. But the reason, again, you have to go back to history, where men had no time for this diplomatic relationship as a hunter. Give me the arrow. Let me shoot the deer. That's his primary aim. But nest-dwelling family women, they have to have a lot of diplomatic conversations, indirect conversation. അവിടുന്ന് അരി ബോർ ചെയ്യാനുണ്ടാവും, ഇവിടുന്ന് കുട്ടീനൊന്ന് നോക്കിക്കോ എന്ന് പറയാനുണ്ടാവും. ഇതൊക്കെ they cannot say, look after my child. So there is a lot of diplomatic tendencies a female brain has developed over the centuries. അതുകൊണ്ടാണ് most diplomatic dealings women do well compared to men. Men are more abrupt. That's why
any country where there's a war, usually men is at the helm because they are lacking in diplomacy. They are sort of hunter behavior. Now, ഒരു എക്സാമ്പിൾ പറയാം, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടോക്കിൻ്റെ. ഒരു കപ്പിൾ കാറിൽ പോവുകയാണ്, ജോൺ ആൻഡ് മേരി. അപ്പം ജോൺ ഈസ് ഡ്രൈവിംഗ് ദ കാർ, മേരി ഈസ് സിറ്റിംഗ് ബൈ ഹിസ് സൈഡ്. അപ്പൊ ദേ ആർ ഡ്രൈവിംഗ് പാസ്റ്റ് എ സ്റ്റാർബക്സ്. അപ്പം മേരി ജോണിനോട് നോക്കിയിട്ട് പറഞ്ഞു, ജോൺ, വുഡ് യു ലൈക്ക് ടു ഹാവ് എ കോഫി? അപ്പൊ ജോൺ പറഞ്ഞു, നോ, ഐ എം ഫൈൻ, താങ്ക് യു. അങ്ങനെ കാർ ഓടിച്ചു പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ജോൺ ഓർത്തു, സോ നൈസ്, മേരി wanted to know if I want to have coffee. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ജോൺ realized that Mary has gone silent. So John asked, why are you silent? What happened? She said, you didn't stop for coffee. He said, you didn't ask me to have stopped for coffee. So Mary, Mary ചോദിച്ചത്, would you like to have coffee എന്ന് ചോദിച്ചതിന്റെ അർത്ഥം, I want to have coffee, let's stop for a coffee, let's sit and talk and chit chat and have coffee and enjoy a great time. But this fellow, being a male brain, he gets only direct messages. He doesn't decipher indirect messages. അത് പുള്ളിയുടെ മിസ്റ്റേക്ക് അല്ല, അത് ഡയറക്റ്റ് മെസ്സേജ് മാത്രം കിട്ടുന്ന ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ്. വേറെ മേരി അങ്ങനെ ഡിപ്ലോമാറ്റിക് ആയി പറയുന്നത് നല്ലതാണ്, ബിക്കോസ് യു കനോട്ട് ഓർഡർ സംബഡി സ്റ്റോപ്പ് ഹിയർ ഫോർ കോഫി. പക്ഷെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബോത്ത് അണ്ടർസ്റ്റാൻഡ് ദീസ് സോ ദാറ്റ് ദേ ഡോണ്ട് ഗെറ്റ് ഒഫൻഡഡ് വിത്ത് ഈച്ച് അതർ. അതുകൊണ്ട് ഇപ്പൊ പെണ്ണുങ്ങള്, what if you want to tell your husband something to do, you have to give very clear specific instruction and give only one instruction at a time. Multitasking പറ്റൂല ആണുങ്ങൾ. പല ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ he gets confused. He wants only one instruction. അതുകൊണ്ടാണ് ഈ സെക്രട്ടേറിയൽ ജോബ്സ് ഉണ്ടാകും വലിയ വലിയ കമ്പനിയിൽ. ഇപ്പൊ മുകേഷ് അംബാനി ആയാലും വലിയ വലിയ എനി CEO, ബിഗ് കമ്പനീസ്, മോസ്റ്റ് സെക്രട്ടറീസ് ആർ വിമൻ. അതിന്റെ റീസൺ എന്താണെന്നറിയോ? ബിക്കോസ് ഒരു സെക്രട്ടറി ഹാസ് ടു ഡു മൾട്ടിപ്പിൾ ടാസ്ക് അറ്റ് ദ സെയിം ടൈം. നോട്ട്സ് ഉണ്ടാക്കണം, ക്ലയൻസ് വരും, ഫോൺ കോൾ വരും, ബോസ് വിളിക്കും, ലെറ്റർ ടൈപ്പ് ചെയ്യണം. ദർ ആർ മെനി തിങ്സ് ഗോയിങ് ഓൺ ആൻഡ് ഷി ഹാസ് ടു ഹാൻഡിൽ ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ഷി ഡസന്റ് ഒഫൻഡ് എനിവൺ. അത് ഈ കോർപ്പസ് കല്ലോസം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ബ്രെയിനിൽ. യു ഹാവ് എ റൈറ്റ് ബ്രെയിൻ ആൻഡ് എ ലെഫ്റ്റ് ബ്രെയിൻ. റൈറ്റ് ബ്രെയിൻ ഈസ് ദ ഇമോഷണൽ ബ്രെയിൻ, ലെഫ്റ്റ് ബ്രെയിൻ ഈസ് ദ ടാക്ടിക്കൽ ലോജിക്കൽ ബ്രെയിൻ. അപ്പൊ ഈ രണ്ട് ബ്രെയിനും കണക്ട് ചെയ്ത ഒരു തിക് ഫൈബർ ബാൻഡ് ഉണ്ട്, കോർപ്പസ് കല്ലോസം. ഈ ആണുങ്ങൾക്ക് കോർപ്പസ് കല്ലോസം കുറച്ച് തിന്നാണ്. അതുകൊണ്ട് ട്രാൻസ്ഫർ ഓഫ് ഈ ഡിപ്ലോമസി, ലോജിക്കൽ, ഇമോഷണൽ ബ്രെയിൻ വിത്ത് അനലിറ്റിക്കൽ, മാത്തമാറ്റിക്കൽ, റീസണിങ് ബ്രെയിൻ അത്ര ഫ്രീക്വന്റ് ആയിട്ട് ട്രാൻസ്ഫർ നടക്കില്ല. അപ്പൊ ദേ ഐദർ വർക്ക് ദിസ് ഓർ ദാറ്റ്. Women have a thicker corpus callosum, they can have both, they can balance it better. That is the reason. ഇനി പ്രോബ്ലം സോൾവിങ്. ട്രഡീഷണലി ഞാൻ പറഞ്ഞല്ലോ, ഈ കേവ് ഡ്വല്ലേഴ്സ് ആ ടൈമിൽ men have to go for hunting. അത് പോയി മീറ്റ് കൊണ്ടുവരണം. ദാറ്റ് ഈസ് എ പ്രോബ്ലം ആൻഡ് ദാറ്റ് ഹാസ് ടു ബി സോൾവ്ഡ് ബിഫോർ സൺസെറ്റ്. അല്ലെങ്കിൽ ചിൽഡ്രൻ ആൻഡ് വിമൻ ആർ ഗോയിങ് ടു സ്റ്റാർവ്. അപ്പൊ ആ പ്രോബ്ലം സോൾവിങ് മൈൻഡ് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാം, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണോണ്ട് പറയാണ്, ഒരു പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യാൻ ഒരു ഹസ്ബൻഡും വൈഫും വന്നു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ആ പേഷ്യന്റ് കൂടെ നിന്നാല് what the wife notices will be who are in the other beds, what are they suffering from. അവരുടെ ബെഡ്ഷീറ്റ് ചുളിഞ്ഞതാണോ, മുഷിഞ്ഞോ, ആ ലേഡി അപ്പുറത്തെ ബെഡിലെ ലേഡി ഏത് വേഷം ഇട്ടിരിക്കണത്, ഇപ്പുറത്തെ ആള് ഷവർ ചെയ്തിട്ട് എത്ര ദിവസമായി, മുടിയെല്ലാം പാറിക്കിടക്കുന്നു. ഓൾ ദീസ് തിങ്സ് ഷീ നോട്ടീസസ്. പക്ഷെ ആണ് നോക്കുന്ന എന്താണ്, ആ 10-15 മിനിറ്റ് കഴിയുമ്പോൾ he doesn't notice any of this. He looks at the broken window which is not fixed. അല്ലെങ്കിൽ കട്ടില്ല മറ്റേ സൈഡ് റെയിലിംഗ് കിടന്ന് ഇളകുന്നു, ഇതെന്താ ഫിക്സ് ചെയ്യാത്ത, ഇതിൽ സ്ക്രൂ എന്താ ലൂസ്. So this is how a male brain functions and that's how a female brain functions. Problem solving ലാണ് ഇയാളുടെ ശ്രദ്ധ മുഴുവൻ. Now the same applies when a working man or a working woman comes home after the work. If a man is working in an office, he has lots of problems in the office. He comes home. He comes home carrying the problems in his head. Appo wife ചോദിക്കും എന്താ പ്രശ്നം എന്ന് ചോദിക്കും. He normally says no problem, because he likes to solve the problem himself without talking. He wants to sit in a corner, think about it, solve the problem and come up. ആ ടൈമിൽ ഒരു വൈഫ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ just give him a cup of coffee or some biscuits and keep away
till this fellow thinks about it, solves the problem, and then he gets back to his normal self. Wife cheyyam paadillathadu, go on asking him, "Entha problem? Ennodu parayu." That will irritate him more because he likes to think and solve it himself. His ego doesn't allow him to discuss. Highly egoistic and a male brain. ഇനി മറിച്ച് വിചാരിക്കുക, ഒരു വുമൺ ആണ്, വർക്കിംഗ് വുമൺ, ജോലി കഴിഞ്ഞ് പറയുകയാണ് വിത്ത് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ ദ ഹെഡ്. ഈ ഹസ്ബൻഡ് ഓർക്കും ശരിയാണ്, പ്രോബ്ലം ഉണ്ടെങ്കിൽ ഷി ഹാസ് ടു സിറ്റ് ആൻഡ് തിങ്ക്, സോ ലീവ് ഹെർ സൈഡ്. നോ, വെൻ എ വുമൺ ഹാസ് എ പ്രോബ്ലം ഷീ ലൈക്സ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഇവിടെ ഹസ്ബൻഡ് ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, വെൻ എ വുമൺ സ്റ്റാർട്ട്സ് ടോക്കിംഗ് അബൌട്ട് എ പ്രോബ്ലം, ദ മാൻ ബീങ് എ പ്രോബ്ലം സോൾവർ, ഹി ഫോക്കസസ് ഓൺ ദ സൊല്യൂഷൻ. And the sooner he finds a solution, he's excited and he tells the solution. That's the big mistake men do. When a woman is telling a problem, most often she's not looking for a solution. She's looking for an audience. So a man, even if he gets the solution, he should not tell the solution. He should listen completely, patiently, fully, sympathize with her, emotionally, support her, hold her hand, and in the end only tell the solution. വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ. വിമൻ ആർ വെരി എക്സ്പ്രസീവ് ഓൺ ദ ഫേസ്. ഇപ്പൊ ഒരു ടി വിയിൽ പ്രോഗ്രാം നടക്കുകയാണ്. അപ്പൊ ടി വിയിൽ ഇപ്പം സീരിയൽ ഉണ്ടല്ലോ, മലയാളം സീരിയൽ ആൻഡ് തിങ്സ്, അതിനകത്ത് വേരിയസ് ഇമോഷൻസ്, ആങ്കർ, ജലസി, സോറോ, ഹാപ്പിനെസ്, റിവെഞ്ച്, ഇതെല്ലാം വരുമല്ലോ സീരിയലിൽ. അപ്പൊ വെൻ എ വുമൺ ഈസ് വാച്ചിങ് ദ ടി വി, ബൈ ലുക്കിംഗ് അറ്റ് ദ വുമൺസ് ഫേസ് വിതൗട്ട് ലുക്കിംഗ് അറ്റ് ദ ടി വി, ഈവൻ ഇൻ മ്യൂട്ട് മോഡ്, you will know what is going on the TV by watching the woman's face expression change as is seen on the TV. പക്ഷെ ആണുങ്ങളാണെങ്കിൽ ഒരേ എക്സ്പ്രഷൻ ആയിരിക്കും, എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യില്ല. ഇയാളുടെ മനസ്സിലൊക്കെ എക്സ്പ്രഷൻ ചെയ്യുക, മുഖത്ത് ചെയ്യില്ല. അതുകൊണ്ടാണ് when a woman tells a problem to a man or something exciting or sad or anxious even to a man, he sits like a statue. ഇപ്പൊ പലപ്പോഴും പെണ്ണുങ്ങൾ പറയും, ഇതെന്താ ഇയാൾ ശ്രദ്ധിക്കാത്ത, ഇയാൾക്കത് വികാരമില്ലാത്തത്. He's a hunter. He's not used to expressing things on the face. Not that he doesn't have expressions, but he has expressions and emotions within, but not able to express. Stone-faced ആണ്. എഡ്യൂക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റഡി has shown that women are 3% more intelligent than men. അത് മോർ സോ വെൻ ഇറ്റ് കംസ് ടു ലാംഗ്വേജസ്. ലാംഗ്വേജ് സെന്റർ, നേരത്തെ സ്പീക്കിംഗ് പറഞ്ഞല്ലോ, അതുകൊണ്ടായിരിക്കും ലാംഗ്വേജ് സെന്റർ ഈസ് ഹൈലി ഡെവലപ്ഡ് ഇൻ വിമൻ. അതുകൊണ്ട് ഇഫ് യു ലുക്ക് അറ്റ് ലിംഗ്വിസ്റ്റിക് ടീച്ചേഴ്സ് ഹു ടീച്ച് മൾട്ടി ലാംഗ്വേജസ് ടു സ്റ്റുഡൻസ്, മോസ്റ്റ് ഓഫ് ദം ആർ വിമൻ. Whereas when it comes to physics and mathematical, logical thinking, analytical, visuospatial things, men score over women. Because ഇവർ ഈ ഹണ്ടേഴ്സ് ആയത് കാരണം ഇവർ കാട്ടി പോകുമ്പോൾ they have to have a sense of direction. They have to find their way back. They should not lose their way. ഇവര് അമ്പ് ചെയ്യുമ്പം they should decide how far is the animal, how much force I should use on the arrow before releasing it, what is the trajectory the arrow should take, how much altitude the arrow should go so that it comes down and hits the animal. All this distance, shape, length, altitude, speed, everything he has to calculate. അതുകൊണ്ടാണ് ഈ വക കാര്യങ്ങൾ പറയുമ്പം men score over women, not because they are more intelligent or anything. This is the പണ്ട് മുതലേ ഹണ്ടിങ് ചെയ്തതിന്റെ ഒരു ഗുണം കൊണ്ടാണത്. ഇപ്പൊ പൈലറ്റ്സ് എടുക്കുക, എയർലൈൻ പൈലറ്റ്സ്, there are few female pilots now, but still you find it's a male dominant speciality, എയർലൈൻ പൈലറ്റ്സ്. ഈ പ്ലെയിൻ പറപ്പിക്കാൻ മസിലൊന്നും വേണ്ടല്ലോ, 4 വട്ടം ഞെക്കിയ പ്ലെയിൻ പറന്നോളൂ. പക്ഷെ ഇത് why more men are successful in this is because ഈ പ്ലെയിൻ ലാൻഡിങ് ടൈമിൽ you have to adjust the altitude, the speed, the angulation, everything has to be, ഈ visuospatial analysis ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ more men get into this job. There are a lot of women who have this male brain attitude also gets into this job. ഈ സെൻസ് ഓഫ് ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ I have a predominant male brain എന്ന് എനിക്ക് തോന്നണം. പക്ഷെ when it comes to sense of direction, I have a predominant female brain. I get lost. I cannot sense my direction. അതിന്റെ റീസണും ട്രഡീഷണലി ഞാൻ പറയോ, just because somebody has a male brain in certain aspects doesn't mean he has male brain in all aspects. Every man, every woman has a mix of male and female brain. ഈ ഫീമെയിൽ ബ്രെയിൻ പണ്ട് നെസ്റ്റ് ഡ്വെല്ലേഴ്സ് ആൻഡ് പ്രൊട്ടക്ടേഴ്സ് ആയതുകൊണ്ട് they didn't have to travel much, so they didn't have to remember the path. വേറെ ആണുങ്ങൾ പല ഡയറക്ഷനിലാണ് ഹണ്ടിങ്ങിന് ഡെയിലി പോകുന്നത്. അതുകൊണ്ടാണ് they have developed a sense of direction.
ഇനി ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുന്ന സിറ്റുവേഷൻ എടുക്കുക. ഫോർ എക്സാമ്പിൾ, യു വാണ്ട് ടു ടെൽ എ പേഴ്സൺ, ഇപ്പം ഐ എം ഇൻ എറണാകുളം, ഇവിടുന്ന് ബ്രോഡ്വേ എന്ന് പറഞ്ഞ റോഡ് ഉണ്ട്, വിച്ച് ഇസ് അബൌട്ട് 3 kilometers അവേ. എൻ്റെ വീട്ടിൽ നിന്ന് ബ്രോഡ്വേയിലേക്ക് പോകേണ്ട വഴി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മെയിൽ ബ്രെയിൻ ഉള്ള ആളോട് പറയുകയാണെങ്കിൽ യു ടെൽ ദാറ്റ് യു ഗോ 200 meters and then turn right, keep driving for about 70 meters, then turn left, drive straight for half a kilometer, then turn right, drive for 400 meters and your right side you will find it എന്ന് പറയും. അപ്പൊ 300 meters, 200 meters, 100 meters എന്ന് പറഞ്ഞാൽ ഈ മെയിൽ ബ്രെയിനിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈവൻ വെൽ ഡ്രൈവിംഗ്. പക്ഷേ ഫീമെയിൽ ബ്രെയിനിന് ഈ ഒരു എബിലിറ്റി ഇല്ല. ഞാൻ അല്ല, അതുകൊണ്ട് ഹണ്ടിങ്ങിന് പോയത് കൊണ്ടുള്ള ഇതുകൊണ്ടാണ്. അപ്പൊ ഫീമെയിലിനോടാണ് നമ്മളൊരു ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ദ സെയിം സിറ്റുവേഷൻ ഷുഡ് ബി ടോൾഡ് ഇൻ എ ഡിഫറെന്റ് വേ. അതായത് നേരെ പോകുമ്പം യു വിൽ ഫൈൻഡ് കല്യാൺ ജ്വല്ലറി ഓൺ യുവർ റൈറ്റ് സൈഡ്. ആ കല്യാൺ ജ്വല്ലറിയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയുക. ലെഫ്റ്റ് തിരിഞ്ഞ് കുറെ പോകുമ്പോൾ ഒരു ന്യൂ ബുത്തിക് ഷോപ്പ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. ആ ബുത്തിക് ഷോപ്പിന്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയുക. കുറെ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു നല്ല സലൂൺ തുടങ്ങിയിട്ടുണ്ട്, അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയാന്ന് പറയും. സോ ലാൻഡ് മാർക്സ് പറഞ്ഞു കൊടുക്കണം. ഈ മീറ്റേഴ്സ് കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ആർ ഹാവിംഗ് എ ഫീമെയിൽ ബ്രെയിൻ യു ഫൈൻഡ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അത് ഇതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. സെയിം വിത്ത് മാപ്പ് ഓൾസോ. ഇപ്പൊ മാപ്പ് നോക്കണമെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുമ്പം, ദിസ് ഈസ് വെരി ട്രൂ, വണ്ടി ഓടിക്കുമ്പം കയ്യിലൊരു മാപ്പ് പിടിച്ചിരിക്കുകയാണ്. അപ്പം ആ മാപ്പിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു സപ്പോസ് ഈസ് എ മാൻ ഹു ഇസ് ഡ്രൈവിംഗ് എ കാർ ആൻഡ് ഹിസ് വൈഫ് ഇസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഹിം. മാപ്പിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇങ്ങനെ കാണാം, ഇങ്ങനെ വരാം. അപ്പൊ ഇങ്ങനെ വൈഫ് പറയും, ഇങ്ങനെ നേരെ പോയിട്ട് കുറച്ച് ഇടത്തോട്ട് തിരിഞ്ഞോ വലത്തോട്ട് തിരിഞ്ഞോ എന്ന് പറയും. The problem comes when you have to retrace the path backwards. When you come home, you have to visualize the map in a upside down manner. അതായത് ഇങ്ങനെ പോയി ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ പോയി ഇങ്ങനെ വരേണ്ടി വരും. അപ്പൊ തിരിച്ചു വരുമ്പം ഇങ്ങനെ വന്നിട്ട് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പോയിട്ട് റൈറ്റ് ലെഫ്റ്റ്, ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ വന്ന് ഇത് റൈറ്റ് ആണ്, ഇത് ലെഫ്റ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ബ്രിട്ടനിൽ പണ്ട് ഇതേപോലെ ഒരു സ്റ്റഡി നടത്തിയിട്ട് they made 2 maps, one normal map and one upside down map, and they put it for sale. And they found most of the people who bought the upside down map were women, because it's so easy to look at the upside down map. A male brain can turn the map upside down in his mind, but a female brain cannot turn it upside down in the mind. ഈ കാർ ഡ്രൈവിംഗ് ആൻഡ് ആക്സിഡൻസ് എടുത്തു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും ഇൻഷുറൻസ് പ്രീമിയം ഈസ് വെരി ഹൈ ഫോർ മെൻ ബിക്കോസ് ദേ കോസ് ലോട്ട് ഓഫ് സീരിയസ് ആക്സിഡൻസ്. ഒരു ടെസ്റ്റോസ്റ്റെറോൺ ഡ്രൈവ് ഹണ്ടർ ആണല്ലോ, പോയി പറപ്പിച്ചിട്ടിക്കലാണ്. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് ആക്സിഡൻസ്, ടൈനി ബംപ്സ് ആൻഡ് സ്ക്രാച്ചസ് ആൻഡ് ഓൾ ദാറ്റ്, ഫീമെയിൽ ഡ്രൈവേഴ്സ് കോസ് ഇറ്റ് മോർ. പക്ഷെ അതിന് ഇൻഷുറൻസ് ക്ലെയിം വരാറില്ല. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ men are aggressive, so when they meet with an accident they meet head on. Major accidents, they die, they kill others. ഈ ഫീമെയിൽ ബ്രെയിൻ ആക്സിഡന്റ് വരുന്നത് വെൻ ഇറ്റ് കംസ് ടു എസ്പെഷ്യലി റിവേഴ്സ് പാർക്കിംഗ് ആൻഡ് പാരലൽ പാർക്കിംഗ്. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ആംഗുലേഷനും സ്പീഡും ഡിസ്റ്റൻസും മെന്റലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പം കുറച്ച് ഈ ഫീമെയിൽ ബ്രെയിൻ ഉള്ളവർക്ക്, അത് ആണുങ്ങളാണെങ്കിലും കുറച്ചൊരു ഡിഫിക്കൽറ്റി വരാറുള്ളത്. ഇനി കാറിന്റെ വൈപ്പർ എടുക്കുക. ഇപ്പൊ കാർ ഓടിക്കുമ്പോൾ മഴക്കാലത്ത് ചെറുതായിട്ട് മഴവെള്ളം തുള്ളി തുടങ്ങി, 1-2 ഇപ്പൊ എന്റെ ഭാര്യയാണ് ഇന്ന് പറയുന്നത്, 1-2 തുള്ളി വെള്ളം സ്ക്രീൻ വിൻഷീൽഡ് വരുമ്പോഴേക്കും വൈപ്പർ ഓൺ ചെയ്യുന്നത്. പക്ഷേ ഈ മെയിൽ ബ്രെയിൻ ആണെങ്കിൽ യു വിൽ നോ, ഇഫ് ഐ എം ഷുവർ മോസ്റ്റ് മെൻ ഓൾസോ വിൽ അഗ്രി, ആണെങ്കിൽ ഈ 1-2 തുള്ളി വരുമ്പോൾ ഇല്ല, നമ്മൾ വെയിറ്റ് ചെയ്യും till the sufficient number of water has reached the windshield enough to cause disturbance of vision. Only then we switch on the wiper. അതൊരു മെയിൽ ട്രേറ്റ് ആണ്, അത് നല്ലതാണെന്നൊന്നും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് why this man is not switching on the wiper എന്ന് ചിന്തിക്കുന്നത്, why this lady wants the wiper to be on എന്ന് ചിന്തിക്കുന്ന അർത്ഥമില്ല. because this is how the brains are developed over the years. ഇനി കളർ പെർസെപ്ഷൻ എടുക്കുക. ഈ men are colorblind relatively well. They can identify primary colors, red, blue, green, yellow, പറ്റും, orange ഒക്കെ പറ്റും. But when it comes to the finer details, men are very poor. So green, plain green, emerald green, jungle green, ocean green, turquoise green, olive green. Sometimes I can differentiate green from blue. But female brain can differentiate them. Our color perception is very good.
But there's something called field of vision. That is very important. That's ഏറ്റവും important. ഈ field of vision എന്ന് പറഞ്ഞാൽ when you look straight, what you see is field of vision. നമ്മളിപ്പോൾ ഒപ്റ്റീഷ്യൻ്റെ അടുത്ത് ചെന്ന് ഫീൽഡ് ഓഫ് വിഷൻ ഒരു ഒബ്ജക്റ്റിലേക്ക് നോക്കാൻ പറയും. നമ്മൾ നോക്കി, എന്നിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കൈ അനക്കും. സൈഡിൽ നിന്ന് കൈ അനക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ എൻ്റെ ഫീൽഡ് ഓഫ് വിഷനിൽ പെട്ടാണ്. ഈവൻ ദോ ഐ എം ലുക്കിംഗ് സ്ട്രേറ്റ്, ഐ ക്യാൻ സീ മൈ ഫിംഗേഴ്സ്. ഒരു പർട്ടിക്കുലർ ലെവൽ എത്തിയ ഫീൽഡ് ഓഫ് വിഷൻ പോയി. പക്ഷേ ഫീൽഡ് ഓഫ് വിഷൻ ഈസ് വൈഡ്. ഈ ഫീൽഡ് ഓഫ് വിഷൻ കോമൺ ആണ്. ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെയിം ആണ് ഫീൽഡ് ഓഫ് വിഷൻ. ബട്ട് ദ ഡിഫറൻസ് ഈസ് ഇൻ വാട്ട് ദേ ഒബ്സർവ്. ഈ men, even though their field of vision is the same as women, their field of observation is very small. They have telescopic vision. ഇതും ഈ പറഞ്ഞ പോലെ ഹണ്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ്. ഈ മാനിനെ ഹണ്ട് ചെയ്യാൻ പോകുമ്പോൾ you have to be focused on the animal. You cannot afford to have a observation of the mango or the coconut in the surrounding area because you lose focus. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും ടെലസ്കോപ്പിക് വിഷൻ ആണ്. വാട്ട് ദേ ഒബ്സർവ് ഇസ് ടെലസ്കോപ്പിക്. അതുകൊണ്ടാണ് ചില ആണുങ്ങൾ ഫ്രിഡ്ജൊക്കെ തുറന്നിട്ട് വേർ ഇസ് ദ ബട്ടർ എന്ന് ചോദിക്കും. മേ ബി ദർ ആർ 4 cans of butter in the fridge. This fellow cannot see. This fellow can see only like this. ഈ കബേർഡ് തുറന്നിട്ട് സോക്സ് തപ്പും, ചിലപ്പോൾ സോക്സ് കാണില്ല. When he calls a wife, there are innumerable socks in front of him. അപ്പൊ ഈ ടെലസ്കോപ്പിക് വിഷന്റെ ഭാഗമായിട്ടാണ് that he cannot see, he cannot observe the periphery. അതിന്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ പറയണത്, ഒരു പാർട്ടിക്ക് പോവാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. പാർട്ടിക്ക് പോകുമ്പോൾ ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പം അവരുടെ കൊച്ചിനെ പഠിപ്പിക്കുന്ന ഒരു നാസ്റ്റി ടീച്ചർ, ഒരു വെരി നൊട്ടോറിയസ് ടീച്ചറും ആ പാർട്ടിക്ക് വന്നത് അറിയില്ല. അപ്പൊ ഈ ഭാര്യ ഹസ്ബൻഡിനോട് പറയാണ്, യു സീ ദാറ്റ് ടീച്ചർ വെയറിംഗ് ദ ബ്ലൂ സാരി സ്റ്റാൻഡിങ് ബൈ ദ വിൻഡോ, ഷീസ് ദ നാസ്റ്റി ടീച്ചർ ഓഫ് അവർ ബോയ്. അപ്പൊ ഇയാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുക, ആരായി ടീച്ചർ. അപ്പൊ വൈഫ്, ഡോണ്ട് ടേൺ യുവർ ഹെഡ്, കാന്റ് യു സീ വിതൗട്ട് ടേണിംഗ് യുവർ ഹെഡ്. ഹി കനോട്ട് സീ ബിക്കോസ് ഹി ഹാസ് ഗോട്ട് ടെലസ്കോപ്പിക് വിഷൻ. ഇങ്ങനെ തിരിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ. Whereas women have a very good observation. ഇതിന്റെ റീസൺ എന്താ വെച്ചാൽ ബിക്കോസ് ദേ വെർ നെസ്റ്റ് ഡ്വല്ലേഴ്സ്. ഈ ടെലസ്കോപ്പിക് വിഷൻ വെച്ച് പറ്റൂല. കാര്യം കുട്ടികൾ അവിടെ പോകുന്ന, പുലി ഇവിടെ നിന്ന് വരുന്നത്, ദേ ഹാവ് ടു ഹാവ് എ വെരി വൈഡ് റേഞ്ച് ഓഫ് വിഷൻ. സോ ദാറ്റ് ഈസ് സ്റ്റിൽ പ്രിവലന്റ് ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് ട്രേറ്റ്. അതുകൊണ്ടാണ് ഈ കാർ ഓടിക്കുമ്പോൾ, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കാർ ഓടിക്കുന്നുണ്ടല്ലോ, ഒരു കപ്പിൾ ട്രാവൽ പോകുമ്പോൾ ഹൂ ഷുഡ് ഡ്രൈവ് ഇൻ ദ ഡേ, ഹൂ ഷുഡ് ഡ്രൈവ് ഇൻ ദ നൈറ്റ് എന്നൊരു ചോദ്യം വരുന്നത്. ഐഡിയലി woman should drive in the daytime and man should drive in the night time. ഇന്ത്യയിൽ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയില് പകൽ സമയത്ത് കാർ ഓടിക്കുമ്പം യു നീഡ് ടു ഹാവ് എ ഡെഫിനറ്റ്ലി പെരിഫറൽ വിഷൻ. അവിടെ നിന്ന് സൈക്കിൾ വരും, ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ വരും, പട്ടി വരും, പശു വരും, എല്ലാ സൈഡിൽ നിന്ന് മുകളിൽ കൂടെ ബസ് പോവും, എല്ലാം ഉണ്ട്. അപ്പൊ യു ഹാവ് ടു ഹാവ് എ പെരിഫറൽ ഫീൽഡ്. ഇഫ് യു ഹാവ് എ ടെലസ്കോപ്പിക് വിഷൻ ആൻഡ് ഡ്രൈവ്, യു വിൽ മിസ് ഓൾ ദോസ് തിങ്സ് കമ്മിങ് ഫ്രം ദ സൈഡ്സ് ആൻഡ് യു മീറ്റ് വിത്ത് ലോട്ട് ഓഫ് ആക്സിഡൻസ്. അതുകൊണ്ട് ഡേ ടൈമില് ഇന്ത്യൻ സിറ്റുവേഷനിൽ, തനിക്കൊന്നും അപ്ലിക്കബിൾ അല്ല, ഇന്ത്യൻ സിറ്റുവേഷനിൽ it is better for a woman to drive in the daytime, but in the night it is better to man. കാര്യം നൈറ്റില് ലൈറ്റ് ഒക്കെ പോയി ഇരുട്ട്. What you see is the head beam and you have to assess the speed of the oncoming car, speed of your car, braking distance. ഇതെല്ലാം നോക്കി പോകുന്നതുകൊണ്ട് ടെലസ്കോപ്പിക് വിഷൻ ആണ് അവിടെ റോൾ വരുന്നത്. അതുകൊണ്ട് നൈറ്റ് ടൈമിൽ ഇറ്റ് ഈസ് ബെറ്റർ. പെരിഫറൽ വിഷന് വലിയ റോള് നൈറ്റ് ടൈമിൽ ഇല്ലാത്തതുകൊണ്ട്. ഇനി വേറൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്. നെക്സ്റ്റ് ടൈം ശ്രദ്ധിച്ചോളൂ. എ മാൻ, ഒരു ഹസ്ബൻഡും വൈഫും പോവുകയാണെങ്കിൽ ഒരു ടേബിളും ചെയർ ഫേസിങ് ഈച്ച് അതർ. ദ ഹസ്ബൻഡ് പ്രിഫേഴ്സ് ടു സിറ്റ് ഓൺ എ ചെയർ ഫേസിങ് ദ മെയിൻ എൻട്രൻസ്, വിച്ച് മീൻസ് ഹി പ്രിഫേഴ്സ് ടു സിറ്റ് വിത്ത് ഹിസ് ബാക്ക് ടു ദ വാൾ. എ വുമൻ ഡോണ്ട് മൈൻഡ് സിറ്റിംഗ് എനിവെയർ. ഇതിന്റെ റീസൺ എന്താണെന്നറിയോ? ഇതും എവറിത്തിങ് ഗോസ് ബാക്ക് ടു സെഞ്ചുറീസ് അഗോ. കാര്യം ഹീ ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദ ഫാമിലി. കുറച്ച് ആരോഗ്യമൊക്കെ ഉണ്ട്, ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദ ഫാമിലി. അന്ന് കേവിലൊക്കെ ഇവര് രാത്രി കേവിനകത്ത് കയറുമല്ലോ. സോ ഹി ഹാസ് ടു കീപ് എ വാച്ച് ഓൺ ദ എൻട്രൻസ് ഓഫ് ദ കേവ് ഫോർ എനി അറ്റാക്ക് കമ്മിങ് ഫ്രം എനിമീസ് ഓർ ഫോർ പ്രിഡേറ്റേഴ്സ്. ഇഫ് ഹി സിറ്റ്സ് വിത്ത് ഹിസ് ബാക്ക് ടു ദ എൻട്രൻസ് ഓഫ് ദ കേവ്, എനി അറ്റാക്ക് ക്യാൻ കം ഫ്രം ബിഹൈൻഡ് ദ ബാക്ക്. സോ ഇറ്റ് ഈസ് വെരി അൺകംഫർട്ടബിൾ. ആ മൈൻഡ് സെറ്റ് ഇപ്പോഴും നമ്മൾ വേറെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നാലും ആരെങ്കിലും പുറകിൽ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്യുന്ന. Actually, the only attack that happens in the restaurant is when the waiter comes with the bill and you get a heart attack. വലിയ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ. Otherwise, sitting anywhere is okay. പക്ഷെ ഇപ്പോഴും ആ ട്രേറ്റ് ഉള്ളതുകൊണ്ട് men prefer to sit with their back to the wall and keeping a watch on the entrance. ഈ ഹോട്ടലിൽ റൂം എടുത്ത് കിടക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കിടക്കുമ്പോൾ most men feel comfortable and have a better sleep if
they use the half of the bed which is closer to the door, not farther away from the door. അപ്പോഴും എനിമീനെ അറ്റാക്ക് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. അത് പലർക്കും അറിയില്ല. കാര്യം ചിലവർ ഇപ്പോഴത്തെ സൈഡിൽ കിടന്നിട്ട് എന്ത് എന്നെ കുറക്കാൻ ശരിയാകത്തെന്ന് ചോദിക്കും. ട്രൈ ദ അതർ വേ, മേ ബി മോസ്റ്റ് ലൈക്ലി ഇറ്റ് ഹെൽപ്സ്. കാർ ഓടിക്കുമ്പോൾ റൗണ്ട് അബൌട്ട് ഉണ്ടല്ലോ, റൗണ്ട് അബൌട്ടിൽ എത്തുമ്പം ഈ കുറച്ചൊരു അഗ്രസീവ് ബിഹേവിയറിന് ആവശ്യം. യു ആർ നോട്ട് സപ്പോസ് ടു ഹെസിറ്റേറ്റ് ഇൻ എ റൗണ്ട് അബൌട്ട്. ഈ റൗണ്ട് അബൌട്ടിൽ ഹെസിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you are causing confusion for the people behind you and also for the people already in the roundabout. പലപ്പോഴും ആക്സിഡൻസ് ഉണ്ട്, മൈനർ ആക്സിഡൻസ്. അവിടെയാണ് ഈ റൗണ്ട് അബൌട്ടിൽ ഈ മെയിൽ ബ്രെയിൻ ഉള്ളപ്പം കുറച്ചൊരു അഗ്രസീവ് ബിഹേവിയർ നല്ല. റൗണ്ട് അബൌട്ടിൽ ആക്സിഡൻസ് എടുത്താൽ മോസ്റ്റ് ഓഫ് ദ ആക്സിഡൻസ് ആർ കോസ്ഡ് ബൈ വിമൻ ഡ്രൈവേഴ്സ് എന്നുള്ളതാണ്. ഇനി സിക്സ്ത് സെൻസ്. വിമൻ ഡെഫിനറ്റ്ലി ഹാവ് എ സിക്സ്ത് സെൻസ്. ഞാൻ പറയാം, ആണുങ്ങൾക്ക് എല്ലാം ഡയറക്റ്റ് ടോക്കേ പറ്റും, ഡയറക്റ്റ് കാര്യങ്ങൾ. സിക്സ്ത് സെൻസ് ഇല്ല. മെൻ ആർ നോട്ട് മൈൻഡ് റീഡേഴ്സ്, വിമൻ ക്യാൻ റീഡ് ദ മൈൻഡ്. ഇപ്പൊ എന്റെ തന്നെ ഒരു എക്സാമ്പിൾ എടുത്താൽ പറയാം. ഒരു ദിവസം ഞാനിങ്ങനെ TV കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പം മൈ വൈഫ് കുറെ പപ്പയ്യ, നല്ല പപ്പയ്യ, എനിക്ക് ഇഷ്ടം പപ്പയ്യ, കട്ട് ചെയ്ത് കുറച്ച് പീസസ് ഇങ്ങനെ കൊണ്ട് വെച്ച് സോസറിൽ താങ്ക് യു എല്ലാം പറഞ്ഞ് TV പ്രോഗ്രാം ഉണ്ട്. ഞാനിങ്ങനെ പപ്പയൊക്കെ തിന്ന് പപ്പയ കംപ്ലീറ്റ് തീർത്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു, എനിക്കൊന്നും വെച്ചില്ലേ? അമ്മ ഇല്ല. അതെന്താ വെക്കാൻ? അമ്മ എനിക്കറിയില്ല വെക്കുന്നത്. അതറിഞ്ഞൂടെ? നമ്മളിവിടെ രണ്ടുപേരല്ലേ ഉള്ളൂ, ആകെ ഒരു പപ്പയല്ലേ ഉള്ളൂ, അത് മുഴുവൻ ഞാൻ വെട്ടി വെച്ചല്ലോ. സോ യു ഷുഡ് ഹാവ്, വെൽ ഐ എം നോട്ട് എ മൈൻഡ് റീഡർ, യു ഹാവ് എ മെയിൽ ബ്രെയിൻ. സോ whereas if it's a lady, she will know that there's only one papaya and I cannot finish everything, my partner needs the papaya. പക്ഷെ നമുക്ക് ആ സിക്സ് സെൻസ് ഇല്ല, ഡെവലപ്പ് ഇല്ല. അതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഈ ടച്ച്, സ്കിൻ ഈസ് സെൻസിറ്റീവ് ഫോർ വിമൻ, നോട്ട് ഫോർ മെൻ. നമ്മളിപ്പോ ഇപ്പൊ ഫ്രണ്ട്സ് എടുത്താലും, ഈവൻ സ്കൂൾ ഗേൾസ് ഓർ അഡൾട്ട്സ് ഓൾസോ, പെണ്ണുങ്ങൾ they touch each other when they talk, they hold their hands, they walk, they hold their hands, they are touch feeling. പക്ഷെ ആണുങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കൈയൊക്കെ പിടിച്ചോണ്ട് നടക്കണൊക്കെ അങ്ങനെ കാണാറില്ല. they are not very, അതിന്റെ വെച്ചാൽ നമ്മൾ ഈ ഹണ്ടിങ് ആയതുകൊണ്ട് പണ്ട് ഈ കാട്ടിക്കൂടെ പോകുമ്പോൾ മുള്ളും കമ്പൊക്കെ കൊണ്ട് സ്കിന്നൊക്കെ കൂടി റഫായി മാറി. അതുകൊണ്ടാണ് they are not touch feeling. whereas പെണ്ണുങ്ങൾ are very touch feeling and the touch has got a very significant emotion. അതുകൊണ്ടാണ് അവർ പറയുന്നത്, when a woman gets angry with her ഹസ്ബൻഡ് സമാധാനിപ്പിക്കാനായിട്ട് നേരത്തെ തൊട്ട് പറയും, ഡോണ്ട് ടച്ച് മീ എന്ന് പറയും. ബിക്കോസ് ടച്ചിങ് ഇസ്, പക്ഷെ യു നെവർ ഹിയർ എ മാൻ ടെല്ലിങ് എ വുമൺ ഡോണ്ട് ടച്ച് മീ. ഹി ഡസൻറ്റ് ഫീൽ ടച്ച്, റഫാണ്. അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി ലോട്ട് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ബ്രെയിൻ. അപ്പൊ ഇത് പറഞ്ഞെന്താന്ന് വെച്ചാൽ, എഗെയിൻ ഐ വോണ്ട് ടു എംഫസൈസ് ദാറ്റ് no brain is superior or inferior or preferable. Both are equally important but not identical. It is very important to understand these differences so you understand your partner or your friend or your classmate or whoever it is of the opposite sex, and don't get upset by how they behave and they are not behaving the way you expect them to behave because they have a completely different functional aspect of the brain. Thank you very much. ജസാക്കുമുല്ലാഹു ഖൈറൻ ഡോക്ടർ. ഇത് വെരി ഇൻട്രസ്റ്റിംഗ്. കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റി ആക്ച്വലി. ഡോക്ടറിന്റെ വീട്ടിലെ സിറ്റുവേഷനൊക്കെ പറഞ്ഞപ്പോഴും ഐ വാസ് ഗോയിങ് ത്രൂ മൈൻഡ് ആക്ച്വലി. സുമിത്ത മറ്റേ വൈപ്പറിന്റെ കേസൊക്കെ പറഞ്ഞത് ഐ കുഡ് ആക്ച്വലി റിലേറ്റ് ഇറ്റ്. ഈ ഡ്രോപ്പ് ഒരു തുള്ളി ഒക്കെ വരുമ്പോൾ തന്നെ ഞാൻ ഇവിടെ ഇരുന്ന് പറയും വൈപ്പർ ഇടൂ എന്ന്. ഐ കുഡ് റിലേറ്റ് ഇറ്റ് ആക്ച്വലി. ഐ തിങ്ക് മെനി ഓഫ് us here could relate what he was saying. അൽഹംദുലില്ലാ, വെരി ഇൻട്രസ്റ്റിംഗ് സെഷൻ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ബ്രെയിനിന്റെ കാര്യം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാൻ പറ്റട്ടെ. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഗുഡ് റിയലൈസേഷൻ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഒരു ബ്രെയിൻ സ്റ്റഡി. യെസ് ഫസീനത, പപ്പായുടെ കേസും ടു. യെസ്, ഞാനത് ആക്ച്വലി ഫീൽ ചെയ്യായിരുന്നു. വീട്ടിലൊക്കെ സ്ഥിരം നടക്കുന്ന ഇഷ്യൂ ആണ്. ഫുഡ് എങ്ങാനും കൊണ്ടുവച്ചിട്ട് തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തേ ഞാനിവിടെ ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുന്നത്. അതൊക്കെ സോ മെനി തിങ്സ് കുഡ് റിലേറ്റ്. അപ്പം അത് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, ഇൻഷാ അല്ലാ. ഓവർ ടു യു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു. Brothers and sisters, Jazakumullah khairan Doctor again for this wonderful session. Unmute ചെയ്ത് പറയാട്ടോ. പറഞ്ഞോളൂ ഡിയർ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ ഡനാഷ്? പറഞ്ഞോളൂ, എങ്ങനെയാണ്? കേൾക്കാം കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞു. ഡോക്ടർ, ബ്യൂട്ടിഫുൾ ടോക്ക്. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര എൻജോയ് ചെയ്ത് കേട്ടൊരു ടോക്കായിരുന്നു അത്. ചില സമയത്ത് ഞാൻ ഓരോ ഇത് പറയുമ്പോ ഞാൻ വിചാരിച്ചു ഭാഗ്യം ഹസ്ബൻഡ് ഇതൊന്നും കേൾക്കുന്നില്ല എന്നുള്ള ചില സന്ദർഭങ്ങള്. അപ്പോ ലൈക്ക് ഇതിന് നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ പപ്പായുടെ കേസൊക്കെ പറയുമ്പോ ഇത് ഇങ്ങനെ ഡെയിലി ഇങ്ങനെയാണ്, ലൈക്ക് എക്സ്പീരിയൻസ് കൊണ്ട് ഇവര് പഠിക്കുന്നില്ലല്ലോ. അപ്പോ അതിൽ മാറ്റമൊന്നും വരില്ല. ലൈക്ക് ഇത് ഓൾ സെറ്റ് ആണോ, ഇങ്ങനെ തന്നെയാണോ ഈ ബ്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ബൈ എക്സ്പീരിയൻസ് കൊണ്ടൊന്നും പഠിക്കില്ലേ? ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് വെൽ ഇറ്റ്സ് എ ക്വസ്റ്റൻ ഓഫ് ഹൗ ലോങ് ദി ഹ്യൂമൻ ബീങ് ഹാസ് ബീൻ അറൌണ്ട് ദ വേൾഡ്. അതിപ്പോ നമ്മള് തിയോളജിക്കലി എടുത്താൽ ഐ തിങ്ക് അബൌട്ട് 6,000, ഡാർവിനിയൻ തിയറി എടുത്ത അബൌട്ട് 2 lakhs. എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് എ ലോങ് ഡ്യൂറേഷൻ ഹ്യൂമൻ ബീങ്സ് ഹാവ് ബീൻ ഹിയർ. ആൻഡ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സ്പെസിഫിക് റോളാണ് ഇത്രയും വർഷമായിട്ട് ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ഒരു 60-100 വർഷമായിട്ടുള്ള ഈ റോൾസ് റിവേഴ്സ് ചെയ്യുന്നത്. 100 വർഷം ഇസ് വെരി ടൈനി, ഇറ്റ്സ് ലൈക്ക് എ ഫ്യൂ സെക്കൻഡ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. അപ്പം ഈ ഒരു ബിഹേവിയറൽ പാറ്റേൺ മാറും, ബട്ട് ഇറ്റ് വോണ്ട് ഹാപ്പൻ ദിസ് ജനറേഷൻ ഓർ ദ നെക്സ്റ്റ് ജനറേഷൻ അൺലെസ് സംബഡി വോളണ്ടറിലി ടേക്സ് എഫേർട്ട്. ഇത് മനസ്സിലാക്കി എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മാറാം. ബട്ട് ഇഫ് യു ഡോണ്ട് റിയലൈസ് ദിസ്, മെൻ കണ്ടിന്യൂ ടു ബിഹേവ് ഇൻ എ മെയിൽ ബ്രെയിൻ പാറ്റേൺ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ടു ഐഡന്റിഫൈ ദാറ്റ് ഇറ്റ്സ് നോട്ട് ഹിസ് ഫോൾട്ട് ഓർ ഹെർ ഫോൾട്ട്. It is the way our great grandparents had been behaving for the last millennia. Okay, all right. ആൻഡ് മറ്റേ കേസൊക്കെ ഉണ്ടല്ലോ, കാണുന്ന ഓരോ സാധനങ്ങൾ കാണുന്നൊക്കെ വളരെ കറക്റ്റ് ആയി പറഞ്ഞ. ദ വൺ തിങ് ദാറ്റ് ഐ ഓൾവേസ് ടെൽ മൈ ഹസ്ബൻഡ് ഇസ് ലൈക്ക്, കണ്ണുണ്ടായ പോലെ അത് കാണണം. ലൈക്ക് ഹി ഈസ് ലൈക്ക് ഓൾവേസ്, എവിടെ എന്റെ സോക്സ്, എനിക്ക് കാണുന്നില്ല, എന്റെ ഫയൽ എവിടെ, എന്റെ മറ്റത് എവിടെ. പക്ഷെ ഞാൻ തുറന്നു നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് പൊസിഷനിൽ അത് ഉണ്ടാവും. പക്ഷെ ആള് കാണുന്നില്ല. അത് മോനും ഇപ്പൊ അതുപോലെയാണ്, മോനും കാണുന്നില്ല. അപ്പൊ ലൈക്ക് രണ്ടുപേർക്കും നല്ല സ്ട്രോങ് മെയിൽ ബ്രെയിൻ ആണ് അതിനെ സംബന്ധിച്ചിടത്തോളം. ബ്യൂട്ടിഫുൾ. എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വൺ മോർ തിങ് ദാറ്റ് ഐ വാണ്ട് ടു ആസ്ക് യു റിഗാർഡിംഗ് ദ 7,000 വേർഡ്സ്. ഇവര് ലീവായിട്ട് വീട്ടിലിരിക്കുകയാണെങ്കിലും they don't have anything to talk unless and until we, yeah, like if നമ്മൾ എന്തെങ്കിലും അവിടെ പോയിട്ട് ഇന്നുണ്ടല്ലോ അതുണ്ടായി ഇതുണ്ടായി മറ്റുണ്ടായി എന്ത് ഉണ്ടായിട്ട് എന്താ, ഇവർക്ക് ഒരു അനക്കവും ഇല്ല. That's what I like. ആ ഒരു കേസ്, ലൈക്ക് നമ്മുടെ കേസിൽ നമുക്ക് ഇനിയും പറയാണ്ട്, പക്ഷെ ഈവൻ ഇഫ് they are on leave also, അതെന്താന്ന് വെച്ചാല് 7,000 is the maximum cut off. Minimum may be 0 also. Okay. Okay. Beautiful. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്യൂട്ടിഫുൾ ടോക്ക്. താങ്ക് യു സോ മച്ച്. ഈ മൾട്ടി ടാസ്കിങ് അതേപോലെയാണ്. ബിക്കോസ് ഇപ്പം എ വുമൺ ക്യാൻ വാച്ച് TV, look at the recipe and make food and talk on the telephone at the same time. പക്ഷെ ഒരാണ് ഒരു റെസിപ്പി നോക്കി ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ആരെങ്കിലും വർത്താനം പറയാൻ വന്ന് പറയും, പ്ലീസ് കീപ് ക്വയറ്റ്, ലെറ്റ് മീ ഫിനിഷ് ദിസ്. അല്ലെങ്കിൽ ഇഫ് ഹി ഹാസ് ടു ടോക്ക് ഓവർ ദ ടെലിഫോൺ, ആ TV മ്യൂട്ട് ചെയ്യാൻ പറയും. ഹി കനോട്ട് കീപ് ദ TV ആൻഡ് ടോക്ക് ഓവർ ദ ഫോൺ. ആ കോർപ്പസ് കലോസിന്റെ ഒരു പ്രത്യേകത. മൾട്ടി ടാസ്കിങ് വിമൻ ആർ അമേസിംഗ്ലി ബെറ്റർ. താങ്ക് യു, ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടോ? ഇല്ല? എനിവൺ? ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ. ഓക്കെ, ഒരു സിസ്റ്റർ ഷെയർ ചെയ്യുന്നുണ്ട്. ഷീ ജസ്റ്റ് റിയലൈസ് ഷീ ഹാസ് എ ഡോമിനന്റ് മെയിൽ ബ്രെയിൻ ഇൻ മൾട്ടിപ്പിൾ ടാസ്ക് ആസ്പെക്ട്സ് എന്നുള്ളത്. ഏതൊക്കെ മൾട്ടിപ്പിൾ ടാസ്ക് ആണ്? ഐ മീൻ മൾട്ടി ടാസ്കിങ് അല്ല, മൾട്ടി ടാസ്കിങ്ങില്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, സി nobody has 100% male brain or 100% female brain. Some people have predominant female brain in certain aspects, predominant male brain in certain aspects. എനിക്ക് sense of direction is 100% female brain. I get completely lost. പക്ഷേ ചില ആസ്പെക്റ്റില് 100% മെയിൽ ബ്രെയിൻ ആണ്. എല്ലാവർക്കും അതേപോലെ തന്നെയാണ്. വേറൊരു പ്രത്യേകതയുള്ളത്, ഈ ആണുങ്ങൾ വണ്ടി ഓടിക്കുമ്പം വഴി തെറ്റിയാൽ പീപ്പിൾ വിത്ത് പ്രീഡോമിനന്റ്ലി മെയിൽ ബ്രെയിൻ ദ റിഫ്യൂസ് ടു ആസ്ക് ഫോർ ഡയറക്ഷൻസ്. അതും ട്രഡീഷണലി
ഈ പെണ്ണുങ്ങൾ പറയും വഴി ചോദിക്കും ഇല്ല ഇല്ല എനിക്കറിയാം എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ തെറ്റിച്ചൊക്കെ കൊണ്ട് എത്തിക്കും, എന്നാലും വഴി ചോദിക്കില്ല. ബിക്കോസ് ട്രഡീഷണലി മെൻ ഞാൻ പറഞ്ഞ ഒരു ഈഗോയിസ്റ്റിക് പൊസിഷൻ, ബിക്കോസ് ദേ വേർ ദ പ്രൊട്ടക്ടേഴ്സ്. ഈവൻ ദോ അവർ ഹണ്ടിങ്ങിന് മുമ്പ് വിമൻ ആർ ദ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ദ നെസ്റ്റ് ആൻഡ് ദ കിഡ്സ്, ബട്ട് ഓവറോൾ ഫാമിലി പ്രൊട്ടക്ഷൻ ഇയാളുടെ റെസ്പോൺസിബിലിറ്റി ആയത് കാരണം he doesn't want to show his defeat to his wife or his kids. He doesn't want to admit that. So he tries to cover up as much as possible. Even though he is going down the drain with defeat, he will still refuse to admit defeat. അതല്ല എനിക്ക് അറിയാന്നുള്ള ഒരു ഇത് കാണിക്കും. അതും ഒരു കോമൺ ഫാക്ടറാണത്. പലർക്കും ഉള്ളൊരു കംപ്ലൈന്റ് ആണ്, എന്താണ് വഴി ചോദിക്കാത്തത്. യെസ്, ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിൽ ഹസ്ബൻഡ് വൈഫൊക്കെ ആണെങ്കിൽ മെയിൽ ബ്രെയിൻ ഏതാണ്, ഇത് ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഇസ് ദിസ് മെയിൽ ബ്രെയിൻ ഓർ ഇസ് ദിസ് ഫീമെയിൽ ബ്രെയിൻ എന്നുള്ളത് അനലൈസ് ചെയ്യേണ്ടി വരും തോന്നുന്നു. ഇറ്റ് ഈസ് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. അൽഹംദുലില്ലാ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ആർക്കും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് അല്ലേ, ഇൻഷാ അല്ലാ. Thank you so much, Doctor, for this wonderful session. Jazakumullah khairan kathiran. And thank you all for joining us. Inshallah, അടുത്ത സെഷൻ നമുക്ക് കാണാം, inshallah. Okay, سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم. ربنا تقبل منا إنك أنت السميع العليم. جزاكم الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته. അസ്സലാമു അലൈക്കും. Doctor.